അതായത് നമ്മൾ പലതും അന്ധവിശ്വാസമാണ്, അസംബന്ധാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു കുട്ടി ജനിക്കുന്ന ഒരു ഭാഗം എടുക്കുക. അപ്പൊ സാധാരണയായിട്ട് പറയാറുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭം തീരുമാനമാകുന്നതിന് ഒരു 2 മാസം എടുക്കും ഗർഭലക്ഷണങ്ങൾ ശരിക്കറിയണമെങ്കിൽ. അതുകൊണ്ട് 2 മാസത്തിന് മുമ്പ് ഗർഭം പുറത്തു പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങൾ ഗർഭവുമായി ബന്ധപ്പെട്ടതെല്ലാം 2 മാസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 2 മാസം കഴിയുമ്പോൾ പുംസവനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. കാരണം ആ വയറ്റിലുള്ള കുട്ടിയായിട്ടില്ല, ശരിക്കും കൈകാലൊന്നും വന്നിട്ടില്ല. അവിടെ ഗർഭരക്ഷയാണ്. ചില മന്ത്രങ്ങളെല്ലാം ചൊല്ലി കുട്ടിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് ചൊല്ലും ഗർഭത്തിനെ രക്ഷിക്കാൻ. എന്തിനാണ്? അപ്പൊ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും തന്നെ തോന്നും ഞങ്ങള് അച്ഛനമ്മമാരാകാൻ പോകുന്ന ഒരു സീരിയസ്നെസ് ഒക്കെ വരണ്ടേ. ഈ മന്ത്രമൊക്കെ ചൊല്ലി ചടങ്ങൊക്കെ ചെയ്യുമ്പോൾ ഈ ഗർഭത്തിലുള്ള കുഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു, അമ്മയാകാൻ പോകുന്നു എന്നുള്ള തോന്നല് വരും. ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴാണ് സീമന്തോന്നയനം. ആ സമയത്ത് എന്താണ്, ഈ പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടിയെ ഇരുത്തിയതിന് ശേഷം ബന്ധുക്കൾ എല്ലാവരും വന്ന് അനുഗ്രഹിക്കുന്നു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഈ കുട്ടിക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്നുള്ള ഭാവനയോടെ പിന്നീട് പേരാൽ മൊട്ടും പല സാധനങ്ങളും എല്ലാം ചേർത്ത് നെയ്യിൽ കുഴച്ച് സേവിക്കാൻ കൊടുക്കും. ഈ നെയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൽ വളരെ വലിയ ഭാഗമുണ്ട് അല്ലെ. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഗർഭിണികൾ നെയ്യ് സേവിക്കില്ലേ? ജനിച്ചു കഴിഞ്ഞാലോ നെയ്യ് കൊടുക്കും. വിദ്യാരംഭത്തിന് നെയ്യിലോ തേനിലോ മുക്കിയല്ലേ കൊടുക്കുക. കാരണം ഈ നെയ്ക്ക് ബുദ്ധിവികാസവുമായി വളരെ ബന്ധമുണ്ട്. അപ്പൊ 4-ാം മാസത്തിൽ ഒരു ചടങ്ങ് വെച്ചിരിക്കുന്നു. പേരാലിൻ മുട്ടും നെയ്യും എല്ലാം ചേർത്ത് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഗർഭിണിയായ കുട്ടിക്ക് കൊടുക്കുക. 6 മാസം ആകുമ്പോഴേക്കോ ഈ വയറ്റിലുള്ള കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വളരാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ലാംഗ്വേജ് ഒന്നും ആ കുട്ടിക്ക് മനസ്സിലാകില്ല, പക്ഷെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മ ഈ സമയത്ത് ശബ്ദം ഇതിന് കേൾക്കാൻ പറ്റും. ഘോരമായിട്ടുള്ള ശബ്ദങ്ങൾ, സീരിയല്, ബഹളം, ഇതൊന്നും ഈ സമയത്ത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. 90% ഒരു 98% ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് വയറ്റിനുള്ളിൽ വെച്ചാണ്. 9 മാസം ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ തലയിൽ 100 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. 9 മാസം ആകുമ്പോൾ. അതായത് നാഡീകോശങ്ങളുടെ ഒരു കാടായിട്ടാണ് വെളിയിൽ വരുന്നത്. എന്നിട്ടാണ് വെളിയിൽ വന്നിട്ട് ഈ കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുന്നത് സംസ്കാരം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 മാസം ചെയ്താൽ മതി. സുജാതയുടെ മോളെങ്ങനെ ഇങ്ങനെ പാടുക, യേശുദാസിന്റെ മോനെങ്ങനെ ഇങ്ങനെ പാടുന്നത്? വയറ്റിനുള്ളിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്കാരം എന്താണോ അത് ആ കുട്ടി പുറത്തു വരുമ്പോൾ കാണിക്കും. പക്ഷേ നമ്മുടെ ആളുകൾക്കെല്ലാം അസംബന്ധമാണ്. എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു, 2ാമത്തെ കുട്ടിക്ക് സ്മാർട്ട്നെസ് കുറച്ച് കൂടുതലായിരിക്കില്ലേ? വർത്തമാനോ സ്മാർട്ട്നെസ് കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചൊരു വീര്യം കൂടുതലായിരിക്കും. 1ാമത്തെ ഗർഭമാകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഗർഭമാണ്, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, നമ്മൾ വളരെ മര്യാദയ്ക്ക് വീട്ടുകാർ പറഞ്ഞതൊക്കെ കേട്ടിരിക്കും. 2ാമത്തെ ഗർഭമാകുമ്പോൾ നമുക്കിത് പരിചയമുള്ള കാര്യം, പിന്നെ 1ാമത്തേന്റെ പുറകെ നടക്കണം. ബഹളം, അടി, വഴക്ക് എല്ലാം കൂടി ആകുമ്പോൾ ഇതെല്ലാം അകത്തിരിക്കുന്ന കുട്ടി കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 8ാം മാസം ആകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നോ അത് മുഴുവൻ ഈ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ചത് കഥ മാത്രം. ഇത് ഭഗവാൻ കാണിച്ചു തരുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മളൊക്കെ ഓഫീസിൽ പോയി വന്നാൽ ഭർത്താക്കന്മാര് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭാര്യയോട് ഓഫീസ് വിശേഷം പറയും അല്ലെ. അർജുനന്റെ ഒക്കെ ഓഫീസ് വിശേഷം എന്താ? യുദ്ധമാ. ഒരു അല്ലെ, ക്ഷത്രിയന്മാരല്ലേ, എന്ന് യുദ്ധത്തിന് പോകും. ഇപ്പൊ തിരിച്ചു വന്ന ഒരു ദിവസം സുഭദ്രയോട് യുദ്ധവിശേഷങ്ങൾ പറയുകയാണ്. അപ്പൊ അതിലാണ് ചക്രവ്യൂഹം ഭേദിക്കുന്നത് പറയുന്നത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്താണോ വല്ല ഫോൺ കോൾസ് വന്നോ അവിടുന്ന് ഇറങ്ങി പോയി. ഭേദിച്ചകത്ത് കയറുന്നത് വരെ പറഞ്ഞു, തിരിച്ചിറങ്ങി വരുന്നത് പറയാൻ സമയം കിട്ടിയില്ല. അർജുൻ എന്തെങ്കിലും തിരക്ക് വന്ന് പോയി കാണും. പക്ഷേ സുഭദ്ര ഗർഭിണിയായിരുന്നു. 8ാം മാസത്തിലാണ് ഇത് സംഭവിച്ചത്. പക്ഷെ സുഭദ്രയുടെ വയറ്റിലുള്ള കുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അർജുൻ ഇത് അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. ഭഗവാൻ വന്ന് ചോദിക്കുന്നുണ്ട്, അർജുന, നിനക്കറിയാമോ സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി നീ ഈ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കതും അന്ധവിശ്വാസമാണ്, അസംബന്ധമാണ്. എന്നിട്ടോ കുട്ടി
പുറത്തു വന്ന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ഭർത്താവിനോട് പറയും, അതെങ്ങനെ നിങ്ങളുടെ കയ്യിലിരിപ്പല്ലേ, കാണിക്കുക. പക്ഷെ നമ്മൾ പ്രഹ്ലാദ ചരിതം പഠിപ്പിക്കുകയും ചെയ്യും. അച്ഛൻ എത്ര കുരുത്തം കെട്ടവനാണെങ്കിലും, രാക്ഷസകുലത്തിൽ ജനിച്ചവനാണെങ്കിലും, ദുഷ്ടനാണെങ്കിലും എങ്ങനെ ഇങ്ങനൊരു കുഞ്ഞുണ്ടായി? അമ്മ ചെയ്യേണ്ടത് ചെയ്തു. കയാധു എന്ത് ചെയ്തു? നാരദ മഹർഷി പിടിച്ചുകൊണ്ട് പോയില്ലേ? നാരദ മഹർഷി കൊണ്ടുപോയി വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞു കൊടുത്തു. വയറ്റിലുള്ള കുട്ടി കേട്ടു, നല്ല കുഞ്ഞുണ്ടായി. പക്ഷെ ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് തോന്നാറേയില്ല. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ, ജനിച്ചു കഴിഞ്ഞ പൊക്കിൾ കൊടി മുറിച്ചാലുടൻ കുഞ്ഞിനെ ശുദ്ധമാക്കുന്നതിന് മുമ്പേ അച്ഛൻ എടുത്ത് വേദോസി എന്ന് ചെവിയിൽ ഓതണം എന്നാണ് പറയാ. മുസ്ലിം മതത്തിലുള്ളവർക്ക് ഈ ചടങ്ങുണ്ട്. പ്രസവത്തിന് അവിടുന്ന് കൊണ്ടുവന്നാലിടൻ തന്നെ നീ വേദമാകുന്നു, സാമാന്യമായിട്ടുള്ള ഒരു നാമമാണ് കൊടുക്കുക. പിന്നീടോ 10 ദിവസം കഴിഞ്ഞേ കുഞ്ഞിന് പേരിടാവും. ഒന്നുകിൽ 11 അല്ലെ 28. എന്തുകൊണ്ടാണ്? 10 ദിവസത്തിന് മുമ്പ് വീട്ടിലേക്ക് വേറെ ആരും പോയരുത്. കുഞ്ഞിന് പ്രതിരോധ ശക്തി ഉണ്ടാകണം. മുലപ്പാല് കുടിച്ച് പ്രതിരോധ ശക്തി ഉണ്ടായാൽ മാത്രമേ ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താവൂ. 10 ദിവസം വേറെ ആരെയും വീട്ടിലേക്ക് കയറ്റരുത്. എന്ന് വെച്ചാൽ ചൂലും പിടിച്ച് നിൽക്കരുതേ, പറയുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. കാണാൻ പോകുന്നവർ 10 ദിവസം കഴിഞ്ഞ് കുഞ്ഞിന് പേരൊക്കെ ഇടുമ്പോ എല്ലാരും വന്ന് അനുഗ്രഹിക്കുകയൊക്കെ വേണ്ടേ, ആശീർവദിക്കണം. അതിനാണ് 11ാം ദിവസം. പക്ഷെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു 2.5-3 മാസം കുഞ്ഞിനെ വെളിയിലേക്ക് ഇറക്കരുത്. പറയാറില്ലേ, ഗർഭിണികളും വളരെയധികം വിശ്രമിക്കണം എന്ന് പറയും. കാരണം സ്ത്രീയുടെ ശരീരം ഇളതായി, ഇത്രയും വലിയൊരു ശരീരത്തിൽ നിന്ന് ഭാരവും അല്ലെങ്കിൽ പല ദ്രാവകവും എല്ലാം പോയതുകൊണ്ട് ശരീരം ഇളതാണ്. പിന്നെ പിടിച്ചു കയറി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയം കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത്. അത് പിന്നീട് വളരെ ദോഷകരമായിട്ടുള്ള ആരോഗ്യ അവസ്ഥകളിലേക്ക് എത്തിക്കും. ഇപ്പൊ ഒരു 3-3.5 വയസ്സാകുമ്പോ, 3.5 മാസം ആകുമ്പോ നല്ല തിഥിയൊക്കെ നോക്കി അച്ഛൻ ഈ കുട്ടിയെ സൂര്യന്റെ അടുക്കൽ കൊണ്ട് കാണിക്കണം, ചന്ദ്രനെ കാണിക്കണം. നോർത്തിലൊക്കെ ഇന്നും നിഷ്ക്രമണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പതുക്കെ ചോറൂണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ആചാര്യന്മാര് കറക്റ്റ് ഓർഡർ അനുസരിച്ചാണ് വെച്ചിരിക്കുക. ഈ കുട്ടിയില് പഞ്ചേന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം തന്നെ എന്താണ്? കുട്ടിയുടെ ചെവിയാണ് ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പറയുന്ന എല്ലാം മനസ്സിലാവും. ലാംഗ്വേജ് മനസ്സിലാവില്ല. പക്ഷെ ഇപ്പൊ ഒരു ജപ്പാൻകാരൻ എന്റെ മുന്നിൽ വന്നിട്ട് ദേഷ്യപ്പെട്ട, എനിക്ക് മനസ്സിലാകത്തില്ലേ ദേഷ്യപ്പെടുവാന്ന്? നമുക്ക് മനസ്സിലാവും. ജപ്പാൻ ഭാഷ എനിക്ക് അറിയില്ല. സ്നേഹത്തോടെ പറയുവാണെങ്കിൽ അതും മനസ്സിലാവും. ഇതുപോലെ കുട്ടിക്ക് നമ്മൾ എന്താണോ, ഈ ഗർഭം വേണ്ട എന്നാണോ പറയുന്നത്, ഇതെല്ലാം ഈ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് കുട്ടിക്ക് ചെവി ആദ്യമുണ്ട്, പിന്നെ ഫീലിങ്സ് ഉണ്ട്, മനസ്സിലാവും. അതുകൊണ്ടാണ് കുട്ടി ജനിച്ചാലുടൻ നമ്മൾ കിലുകിലിക്ക് വെച്ച് കളിപ്പിക്കുന്നത്. കാരണം കുട്ടിക്ക് ചെവി നന്നായിട്ട് കേൾക്കും. അത് കഴിഞ്ഞ് ഉമ്മ വെക്കും. ഉമ്മ വെക്കുമ്പോ അതിന് ഫീൽ ചെയ്യും. പക്ഷെ കണ്ണ് ശരിക്കും കാണത്തില്ല, ഒരു പാട പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു 6 മാസമൊക്കെ ആവുമ്പോഴേ നല്ല ക്ലാരിറ്റി ഓഫ് വിഷൻ വരത്തുള്ളൂ. പക്ഷെ ആ ഉമ്മ കൊടുക്കുമ്പോ അതിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ കണ്ണൊക്കെ വരും. 6 മാസം ആകുമ്പോഴേ ടേസ്റ്റ് ബഡ്സ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ആചാര്യന്മാർ 6ാം മാസം ചോറൂണ് വെച്ചിരിക്കുന്നത്. കാരണം പുളി എരിവൊക്കെ തിരിച്ചറിയണ്ടേ. ഇതും കഴിഞ്ഞ് കുറെ കാലം കൂടെ കഴിഞ്ഞാലേ നാവിനെന്ത് ധർമ്മമുണ്ട്? 2 ഉണ്ടല്ലേ, കഴിക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. ലാസ്റ്റാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ അന്ധവിശ്വാസമല്ല.